നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ വരെ 3 പേരും എഴുന്നേറ്റു ഊട്ടി കറങ്ങാനായിട്ട്. അപ്പം രാവിലെ അച്ഛനാണെങ്കിൽ കോഫിയൊക്കെ ഇടുകയാണ്. ഇന്നലെ നമ്മൾ മേടിച്ച ക്യാരറ്റാണിത്. വലിയ മധുരമൊന്നുമില്ല, നമ്മൾ ഒരെണ്ണം കഴിച്ചു നോക്കി. ഇനി നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. രാവിലത്തെ ഒരു മോർണിംഗ് സീനാണ് ഊട്ടിയിലേത്. അവിടെയാണ് ക്യാൻറ്റീന്. അപ്പം നമ്മളിനി അവിടെ പോയി നമ്മൾ ഫുഡ് കഴിക്കണം. അപ്പം രാവിലെ തന്നെ മക്കൾ 3 പേരും കൂടെ കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മളും കഴിക്കാനായിട്ട് ഇറങ്ങി. ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലി, സാമ്പാർ, പിന്നെ സേമിയയുടെ ഉപ്പുമാവ്, പിന്നെന്താ ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ കോഫിയൊക്കെ. ഇങ്ങനെ നമ്മളിവിടെ ഒന്ന് കറങ്ങിയിട്ട് നാളെ ഇവിടുന്ന് നമുക്ക് തിരിക്കണം. അപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു കറക്കം മാത്രമേ ഉള്ളൂ ഊട്ടിയിൽ. അപ്പം രാവിലെ എഴുന്നേറ്റപ്പം വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു. വലിയ തണുപ്പൊന്നും ഇപ്പം ഇല്ല കേട്ടോ ഊട്ടിയിൽ. അപ്പം നമ്മൾ ഇവിടുന്ന് തന്നെ ഒരു ട്രാവലർ പിടിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഒരു കർണാടകയിലെ ശ്രീ ഹോർട്ടിക്കൾച്ചറൽ ഗാർഡൻ എന്ന് പറയുന്ന ഒരു ഗാർഡനിലോട്ടാണ്. ഫസ്റ്റ് അവിടെ ഒന്ന് കറങ്ങിയിട്ട് നെക്സ്റ്റ് സീനറി കാണാനായിട്ട് പോകാനാണ്. ഇതാണ് ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ. You say you need your space, then pull me close. I read your silence, louder than most. One day you're warm, the next day you're cold. Got me second guessing what I already know. I give you love, but you ration yours. You open up just to close the door. I stay up late, trying to read your mind. I can't read your mind, but your love for moves that change all the time. Why are you always halfway in? Got me drowning when I know I could swim. If you love me, baby. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരു ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. ഈ കുളത്തിനകത്ത് ഇഷ്ടംപോലെ മീനും ഉണ്ട്. പിന്നെ 2 സൈഡിലും നല്ല തേയിലത്തോട്ടങ്ങളൊക്കെയാണ്. നല്ല രസമുണ്ട് പടർന്ന് കിടക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ സൂം ചെയ്തെടുത്താൽ ഇഷ്ടംപോലെ മീൻ കിടക്കുന്നത് കാണാം. പിന്നെ മുകളിലോട്ട് നോക്കിയാൽ ഒരു പാലമുണ്ട്. ഈ പാലത്തിൽ കൂടി വേണം നമുക്ക് അപ്പുറത്ത് കിടക്കാനായിട്ട്. ഇനി നമ്മൾ നേരെ ആ തേയിലത്തോട്ടത്തിൽ അങ്ങ് കറങ്ങാനാണ് പോകുന്നത്. എൻ്റെ തേയിലത്തോട്ടം ചെന്നപ്പോൾ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരെ നിന്ന് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് ഫോട്ടോസ് എടുക്കുന്നത്. അത് നമ്മൾ കാശ്മീരൊക്കെ ചെല്ലുമ്പം ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോസ് എടുക്കത്തില്ലേ, അതുപോലെ ഊട്ടിയിലും ഉണ്ട്. അപ്പം ഞാനും അന്വേഷണം കൂടെ അങ്ങനത്തെ ഡ്രസ്സൊക്കെ എടുത്ത് ഫോട്ടോയുടെ എടുത്തേച്ച് പോകാമെന്ന് വെച്ച് ഞങ്ങളും അതുപോലത്തെ ഡ്രസ്സ് ഇട്ടു. നെക്സ്റ്റ് നമ്മൾ വന്നത് ഹണിമൂൺ ബോട്ട് ഹൗസിൻ്റെ അവിടെയാണ്. അപ്പം ബോട്ടേ കയറി ഒന്ന് കറങ്ങാമെന്ന് വെച്ചു. അപ്പം നമ്മളിവിടെ വന്നപ്പോൾ എന്തുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടുത്തുകാർ നിൽപ്പുണ്ടായിരുന്നു ബോട്ടേ കയറാനായിട്ട്. അതും കുറേ കൊച്ചു കുട്ടികളുമാണ്. അപ്പം ഞങ്ങളോട് പറഞ്ഞു ഇതുപോലത്തെ ഒരു ബോട്ടയിലാണ് നമ്മൾ ഇവരെ കറങ്ങാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അവർ കയറാൻ തന്നെ ഒരു 10-18 പേരോളം ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം നമ്മളോട് പറഞ്ഞു നിങ്ങളും ഈ കൂട്ടത്തിൽ കയറിക്കോ, നിങ്ങൾക്ക് സ്ഥലമുണ്ട്, നിങ്ങൾ ഇത്രയും പേരല്ലേ, ഞങ്ങൾ ഫാമിലി 5 പേരുണ്ട്, ഞങ്ങളെ കൂടാതെ 2 പേരൂടെ ഉണ്ട്. അപ്പം ഞങ്ങളോട് പറഞ്ഞു 7 പേരൂടെ കയറിക്കോളാം. ഞങ്ങൾ പറഞ്ഞു പറ്റത്തില്ല, ഓൾറെഡി ഇത് ഫുള്ളായിട്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഓരോയിടത്തും അപകടങ്ങളുണ്ടായി. കഴിഞ്ഞിടയ്ക്ക് അപകടം പറ്റിയില്ലേ, ഇങ്ങനെ ഇവർ നിറച്ചുകൊണ്ട് ആൾക്കാരെയും കൊണ്ട് പോകും, എവിടെയെങ്കിലും അപകടവും പറ്റും. അപ്പം ഞങ്ങളങ്ങനെ സമ്മതിക്കാഞ്ഞ് ഞങ്ങൾ സെപ്പറേറ്റായിട്ട് 7 പേര് ഞങ്ങൾ സെപ്പറേറ്റ് പോയതാണ്. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും. കാരണം ഇവർ പറയും ഇവർക്ക് ഒരു ലാഭത്തിന് വേണ്ടി ഇവരെല്ലാത്തിനെയും കുത്തിക്കയറ്റി അങ്ങ് കൊണ്ടുപോകും. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. പിന്നെ അവിടെ കുതിരസവാരി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുതിരസവാരിയൊക്കെ പിള്ളേർ നടത്തി. So why you always halfway in? You hit me up when the nights get slow, but then disappear when the highs get low. I ain't your maybe. Tell me. അടുത്തത് നമ്മൾ വന്നിരിക്കുന്നത് ടീ മ്യൂസിയത്തിലാണ്. ഇവിടെ ഈ ഇലകൾ എങ്ങനെ, അതായത് തേയിലയുടെ ഇലകൾ എങ്ങനെ പൊടിച്ചെടുക്കുന്നു എന്ന് നമ്മളെ കാണിക്കുന്നതാണ്. ഈ ഒരു ചെറിയൊരു ഫാക്ടറിയാണ്. അപ്പോൾ ഇത് ഓരോ ബക്കറ്റായിട്ട് ഇങ്ങനെ തേയിലയുടെ ഇല ഇങ്ങനെ നിരത്തിയിടും. അതിനകത്ത് ഓരോ ബക്കറ്റിനകത്ത് അത് വന്ന് ഓരോ മെഷീനിലോട്ടും വന്ന് വീഴും. അതിങ്ങനെ ഓരോ മെഷീനിലും പൊടിഞ്ഞ് ചെറിയ തരിമണികളായിട്ട് പിന്നെ അത് പാക്കറ്റാക്കുന്നതാണ് ഇവിടെ നമ്മളെ കാണിക്കുന്നത്.
അപ്പം ഇതുണ്ട്, ഇങ്ങനത്തെ മെഷീനുകളിലാണ് ഇതെല്ലാം പൊടിക്കുന്നത്. അപ്പം പൊടിച്ച് പിന്നെ അതൊരു ചെറിയൊരു പാക്കറ്റായി നമുക്ക് കിട്ടും. പിന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് ഇവരുടെ ഇതാണ് പാക്കറ്റാക്കി നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ പാക്കറ്റായി അത് താഴെ വന്ന് വീഴും. അപ്പം നമുക്ക് ഇവിടുന്ന് അവരുടെ ചായ നമുക്ക് കുടിക്കാൻ തരും. എങ്ങനെയുണ്ടെന്ന് ഈ തേയിലയുടെ ചായയെ. അപ്പം അതാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പം കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇതിവിടെ ടീയുടെ ഷോപ്പുകളാണ്. ലെമൺ ടീ, ജിഞ്ചർ ടീ, അങ്ങനെ പലതരത്തിലുള്ള ടീകളുണ്ട്. അപ്പം ടീ പൗഡറും നമ്മൾ ഇവിടുന്ന് മേടിച്ചായിരുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മൾ കയറിയത് അവിടെ തന്നെയാണ്, ചോക്ലേറ്റ് ഫാക്ടറിയിൽ. ഈ 2 ഫാക്ടറികളും അവിടെ തന്നെയാണ്, 2 സെക്ഷനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഒത്തിരി ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു ചോക്ലേറ്റ് ഫാക്ടറിയിൽ. അപ്പം നമ്മൾ അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ മേടിച്ചു. പിന്നെ നെക്സ്റ്റ് നമ്മൾ വന്നത് അവിടെ തന്നെ ആ ഒരു നമ്മൾ കയറുന്ന സ്ഥലത്താണ് ഈ പിള്ളേർ കളിക്കുന്ന സ്ഥലവുമുണ്ട്. അതായത് സ്കൈ ലൈന്, പിന്നെ കൊച്ചു പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സിപ്പ് ലൈന്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈഗിൾ ഡെയർ ഊട്ടി എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു സ്ഥലമാണ്. അവിടെ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്ഥലങ്ങൾ, അവർക്ക് വേണ്ടുന്ന കളിക്കാനും നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. Cause I'm way too grown to be messing with a love like this. I give you love, but you're rushing yours. You open up just to close the door. You stay closing doors. I stay up late trying to read your mind. I can't read your mind, but your love got rules that change all. അവിടെ നിന്ന് നമ്മൾ നേരെ ഒരു 5:30 ആയപ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. ഈ വഴിയോരത്തൊക്കെ ഇവിടെ വിൽക്കുന്നത് കൂടുതലും ക്യാരറ്റുകളാണ്. വെള്ള ക്യാരറ്റ്, ചുമന്ന ക്യാരറ്റും ഒക്കെയാണ്. പിന്നെ മറ്റൊരു കൃഷി ഇത് പൊട്ടറ്റോയാണ്. നമ്മുടെ ഡ്രൈവർ കാണിച്ചതാണ്. ഇത് ആ പൊട്ടറ്റോ കൃഷിയാണ്. അപ്പം ഈ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.